ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ചക്ക അവിയലും പഴുത്ത മാങ്ങ കറിയും ശിമച്ചക്ക ഫ്രൈയും, മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. ചക്കയുടെ ചുള നീളത്തിലരിഞ്ഞ് ചക്കക്കുരു ചിരണ്ടി 4ആയിട്ട് മുറിച്ച് അരപ്പരച്ച് കടുക് വറുത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കുന്ന ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ ഈ അവിയലെന്ന് പറയുന്ന റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് റെഡിയാക്കി അരിഞ്ഞെടുക്കാനാണ് ഒരു താമസം. അത് നേരത്തെ ചെയ്തു വെച്ചിരുന്നാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ജോലിയാണ്. നമ്മൾ എന്ത് ലേറ്റായിട്ട് അടുക്കളയിൽ കയറിയിരുന്നാലും ഓടി വന്ന് ചെയ്യാൻ പറ്റിയ 3 വിഭവങ്ങളാണ്. ചക്കയ്ക്ക് അനുസരിച്ച് തേങ്ങ എടുത്തു. പിന്നെ നമ്മൾ അവിയലിനിടുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി, കുഞ്ഞ് സ്പൂണിൽ ഇത്രയും മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളി അരച്ച് കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് അവിയലിനെ കാട്ടി ഒരു കുറച്ചുകൂടെ ഒന്ന് അരയണം. ഈ പരുവത്തിന് അരയണം. വെള്ളം, ഒരു 2-2.5 ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്യണം. കാരണം ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കുന്നത്. ചക്ക അതിൽ കിടന്നാണ് വേവേണ്ടത്. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഈ ചക്കച്ചുള അരിഞ്ഞത് 5 പിടിയാണ് ഇട്ടത്. ആ 5 പിടിക്ക് 1 പിടി ചക്കക്കുരു അരിഞ്ഞതും ഇട്ടു. പിന്നെ ഈ ചക്ക അവിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക പുഴുക്ക് പോലെ കുഴഞ്ഞു ചേരില്ല. ഈ നീളത്തിൽ അരിഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ ചക്ക അവിയൽ വെച്ചാലും കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണണം. അതാണ് അതിൻ്റെ ഒരു ശൈലി. അപ്പോൾ കുഴഞ്ഞു ചേരില്ല, എന്നാൽ അരപ്പുമായിട്ട് സിങ്ക് ചെയ്യുകയും വേണം. നല്ല മഴ പെയ്യുക. മഴയത്ത് കറിവേപ്പില എടുക്കാനായിട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആദ്യം ഇടാതിരുന്നത്. കറിവേപ്പില പറിച്ച് വെക്കാറില്ല. നമ്മുടെ അവിടെ ചെടി ഉള്ളതുകൊണ്ട് പറിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മഴ കണ്ടോ? മഴ പെയ്യുക. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്. ഇന്നലെ രാത്രി തൊട്ട് മഴയായിരുന്നു. അപ്പം നമ്മൾ കറിവേപ്പില ഇടുവാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതൊരു ടേസ്റ്റിനാണേ, ഒരു കളറിന്. നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം. ചക്ക അവിയലൊരു ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ചക്ക അവിയൽ വലിയ ജോലിയില്ല. ഈ ചക്ക നീളത്തിൽ അരിയണം എന്നുള്ള ഒരു ജോലിയേ ഉള്ളൂ. ചീമച്ചക്ക അരിഞ്ഞതാണിത്.
ഈ രീതിയിൽ നമ്മൾ ചീമച്ചക്ക അരിയുന്നു. മീൻ അരച്ച നേരത്തെ അരച്ച ഒരു ഇച്ചിരി അരപ്പിരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ പുറത്തോട്ടാണ് ഞാനിത് ഇട്ടത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ തന്നെ എടുത്തോണം, കാരണം അതിൻ്റെ പവറേ ഉള്ളൂ ഇതിന്. കുരുമുളക് പൊടി, ഇച്ചിരി മസാല, ഗരം മസാലപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ഇട്ടല്ലോ. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നു. മഴ തകർത്ത് പെയ്യുവാണ് വെളിയിൽ. ഒരു ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പരുവം മാറും, അതുകൊണ്ടാണ് ശകലം വെള്ളം പിന്നെ ഒഴിക്കുന്നത്. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. പെട്ടെന്നൊരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് വേണ്ടത്. അത്യാവശ്യം ഒരു കുഞ്ഞ് മാങ്ങ 4 എണ്ണം എടുത്തു. ഇത് കറിമാങ്ങ തന്നെയാണ്. ഞാൻ ഇവിടെ മഴ കാരണം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് വന്ന സമയത്ത് അരച്ച് വെച്ചതാണിത്. അതായത് മഷി പോലെ നമ്മൾ അരയ്ക്കണം. ഇതിന് ചേരുവകളെന്ന് പറയുന്നത് ഈ 4 ആവശ്യത്തിന് തേങ്ങ, അതായത് അരമുറി തേങ്ങ വേണ്ട, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ജീരകപ്പൊടി, 1 2 നുള്ള് ജീരകപ്പൊടിയാവാം, ഇട്ട് നല്ലതുപോലെ മഷി പോലെ അരച്ച മിശ്രിതമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് ഇങ്ങോട്ട് മിക്സ് ചെയ്യുന്നു. പെട്ടെന്നൊരു മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരൊക്കെ ചേർക്കാറുണ്ട്. ഇതിപ്പം മാങ്ങ സുലഭമായി കിട്ടുന്ന സമയമാണ്. കുഞ്ഞു മാങ്ങകൾ, കറിമാങ്ങയൊക്കെ. അപ്പം അതിന് തൈര് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഈ കറിയും, അതായത് ഈ അരപ്പും മാങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മാങ്ങ കഴുകി നമ്മൾ തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള മാങ്ങയാണിത്. ഇങ്ങനെ നല്ലതുപോലെ അതിൻ്റെ പൾപ്പ് നമ്മൾ ഇതിലോട്ട് ആക്കും. അപ്പം ആ കറിയും ഇതും കൂടെ എൻ്റെ ഈ പരുവത്തിന് ഇതൊന്നിരുന്ന് കുറുകും. ഇതൊന്ന് സാധാരണ നമ്മൾ പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു തിള വരുമ്പോൾ എടുക്കുമല്ലേ, ഇതൊരു തിള വരുമ്പോൾ എടുക്കരുത്. ഒന്നിരുന്നൊന്ന് തിളയ്ക്കണം. കുറച്ച് നേരം തിളയ്ക്കുമ്പോൾ നമ്മളുടെ ഈ മാങ്ങയും ആ അരപ്പും എല്ലാം കൂടെ ഒന്ന് പിടിക്കും. നോക്കാം. നമ്മളുടെ അവിയൽ ഏകദേശം ആയിക്കഴിഞ്ഞു. ചക്കക്കുരു വെന്തോ നോക്കാം. സൂപ്പറായിട്ട് വെന്തു. കണ്ടോ ചക്കക്കുരു സൂപ്പറായിട്ട് വെന്തു. കാരണം ഇത് പഴകിയ ചക്കക്കുരു അല്ലല്ലോ. നമുക്ക് ടേസ്റ്റ് നോക്കാം. അതായത് നമ്മുടെ അരപ്പ് തണ്ട ഈ പരുവത്തിനാണ് അരപ്പ് കിടക്കുന്നത്. നോക്കാം. ഇപ്പം 1 നുള്ള് ഉപ്പ് ഇട്ടാൽ
കൊള്ളാം. ഇനി നമുക്ക് ഒരു ശകലം കറിവേപ്പിലയും കൂടെ, കറിവേപ്പിലയും കൂടെ ഇടാം. ശകലം എണ്ണ ഒഴിക്കാം. ഒന്നുകൂടെ സിമ്മിലിടാം, ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ അടുപ്പയിലോട്ട് നമ്മുടെ മാങ്ങാക്കറി വെക്കാം. ഒന്ന് തിളക്കട്ടെ. അതും ഓക്കെ ആയി. ഉപ്പ് പരുവം. ചക്ക അവിയൽ റെഡിയായി കഴിഞ്ഞു. അത് ഇട്ടു. അതിട്ടു. ഇനി നമ്മൾ ഇതിൽ നിന്നൊരു ശകലം ഇങ്ങോട്ട് ഒഴിക്കണം. എന്നാൽ ആ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലോട്ട് തന്നെ നമുക്കിനി അടുത്ത പ്ലാനിങ് നടത്താം. ഉപ്പ് നോക്കിയില്ല. ഇച്ചിരി ഇടണം. മാങ്ങാക്കറി റെഡിയായി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, വേറെ ഒരു ഡെക്കറേഷനോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറി. നിമിഷ നേരം കൊണ്ടാണ് നമ്മളുടെ കറികൾ റെഡിയാവുന്നത്. ഇതെൻ്റെ ഒരു ആദ്യത്തെ പരീക്ഷണമാണ്. എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഇത് നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം മീൻ വേണമെന്ന് ആവശ്യമുള്ളവർക്കുള്ള ഒരു ചെറിയ റെസിപ്പിയാണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മീൻ കൂട്ടാത്തവർക്കും വെജിറ്റേറിയൻസിനും ഇത് കഴിക്കാം. ഒരു എരിവൊക്കെ കിട്ടും, പ്രത്യേകിച്ച് മഴ സമയത്ത്.
ശീമച്ചക്ക ഫ്രൈ ആദ്യത്തെ ഘട്ടം വറുത്തു കോരിയതായത്. എങ്ങനെയുണ്ട് അച്ഛാ? ഇവിടൊക്കെ ചോറിരിക്കും കൊച്ചു പിള്ളേരെ. അപ്പോഴേ അറിഞ്ഞൂടെ അവർക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അച്ഛന്റെ വീഡിയോ എടുത്താ പോരായിരുന്നു. അമ്മ ഒന്നൂടെ കുറച്ച് വെള്ളം തുടങ്ങി. സൂപ്പർ. ഇങ്ങനെയുണ്ടോ? കൊള്ളാമോ? സൂപ്പർ. എരിയുണ്ടോ? അടിപൊളി. എന്തെങ്കിലും സജഷനുണ്ടോ? അടിപൊളിയാ. ഇനി എന്ത് പറയാൻ. ശീമച്ചക്ക സൂപ്പർ. ഒരു രക്ഷയില്ല. അടിപൊളി. എരിവ് കൂടുതലാണോ? ഇല്ല, എല്ലാം കറക്റ്റ്.